LDF മുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഇരവിപേരൂർ, കോയിപ്പുറം മണ്ഡലങ്ങളിലെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലേക്ക് ചുവടുമാറുന്നത്. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിലും പ്രവർത്തകരോടുള്ള സമീപനത്തിലുമുള്ള പ്രതിഷേധമാണ് പാർട്ടി വിട്ടുപോകാൻ കാരണമെന്ന് മണ്ഡല ഭാരവാഹികൾ അറിയിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും അസംതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം പ്രവർത്തകർ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഇരവിപേരൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തമ്പു പൊനോടിലാണ്. തമ്പു, എത്ര പേരൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ജേക്കബ് വിഭാഗത്തിലേക്ക് മാറാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഞങ്ങള് ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഇരവിപേരൂർ, കോയിപ്പുറം രണ്ടു മണ്ഡലങ്ങളിലെ നേതാക്കന്മാരും അതിൻ്റെ ഭാരവാഹികളും കൂടി ഞങ്ങൾ ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ UDF-അകത്തായിരുന്ന കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറി. കേരള കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരും എല്ലാ വിഭാഗങ്ങളും അതിനെ അംഗീകരിച്ചു. ഞങ്ങളൊക്കെ അതിനെ അംഗീകരിച്ച് അതിൻ്റെ കൂടെ മുൻപോട്ടുള്ള യാത്ര തുടരുകയായിരുന്നു. അത് ഈ 5 വർഷക്കാലം അതിൻ്റെ കൂടെ നിന്നും നമ്മൾ പല തെരഞ്ഞെടുപ്പുകളെ എല്ലാം നേരിട്ടു. അതിനകത്തെല്ലാം വൻപിച്ച പരാജയമുണ്ടായി. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നമുക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. കേരള കോൺഗ്രസ് എമ്മിനെ പോലെയുള്ള ഘടകകക്ഷികളെ CPM ഇടതുപക്ഷ മുന്നണികളൊന്നും വേണ്ട അത്ര പരിഗണന അവർ നമുക്ക് തരത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കുന്നു. തമ്പുവിന് മുമ്പോടിയായിട്ടുള്ള ഇപ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PK ജേക്കബും കുറെ അനുയായികൾ ഇപ്പൊ മാതൃസംഘടനയായിട്ടുള്ള കോൺഗ്രസ് ചേർന്നിട്ടുണ്ട്. അതെ, എല്ലാവരും ഈ കേരള കോൺഗ്രസ് എമ്മിലെ യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാർ മുഴുവൻ അസംതൃപ്തരാണ്. ആ കേരള കോൺഗ്രസുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ പരിവേഷം, അവർക്ക് UDF-ന്റെ കൂടെ അവരുമായി മാത്രമേ പൊരുത്തപ്പെട്ട് പോകാൻ യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാരന് സാധിക്കുകയുള്ളൂ. എന്റെ മണ്ഡലത്തിലെ കുറച്ച് ആളുകൾ എന്നോടൊപ്പം തന്നെ ഉണ്ട്. അതോടൊപ്പം സമീപ മണ്ഡലമായ കോയിപ്പുറം മണ്ഡലത്തിന്റെ നേതാക്കന്മാരും ഭാരവാഹികളും എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും എല്ലാം കൂടി ഏതാണ്ട് ഒരു 50ഓളം പേര് ഞങ്ങൾ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ബഹുമാന്യനായ മന്ത്രി അനൂപ് ജേക്കബ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലേക്ക് ചേർന്ന് കേരള കോൺഗ്രസിന്റെ ഞങ്ങളുടെ ഒരു വികാരവും കേരള കോൺഗ്രസുമായിട്ടുള്ള അടിയുറച്ച ഒരു താല്പര്യവും അത് വിട്ടുകളയാതെ തന്നെ നമ്മളൊരു കേരള കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായിരിക്കും നിങ്ങളെ പാർട്ടി അംഗത്വം നൽകി സ്വീകരിക്കുന്ന ഒരു ഡേറ്റ്? അത് ഈ വേറെ ഇതുപോലെ തന്നെ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷികളുടെ ഒക്കെ പ്രതിനിധികൾ ഞങ്ങളുടെ മുന്നണിയിലേക്ക് ചേർന്നിട്ടുണ്ട്. അത് എല്ലാവരും കൂടി തീരുമാനിച്ചൊരു ഡേറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് ജേക്കബ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ലയന സമ്മേളനമുണ്ട്. ആ ലയന സമ്മേളനത്തിൽ ഞങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പ് സ്വീകരിച്ച് അതിന്റെ ഭാഗമായി തന്നെ മുൻപോട്ട് പോകും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.